കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മലയാള സിനിമയിലെ ഓരോ നടന്മാർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ഓരോ നടിമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ബൈറ്റ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ പലരും അവർക്ക് സിനിമയിൽ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് പറയുന്നു. പല സ്ഥലങ്ങളിലായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസുകളെല്ലാം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷണത്തിനായിട്ട് സംസ്ഥാന DGP ചുമതലപ്പെടുത്തുന്നു. ഇതുവരെ 10-18 കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പലരും കോടതിയിൽ നേരിട്ട് പോയി മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വക്കീലന്മാരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടക്കുന്നു. അങ്ങനെ ആ രീതിയിലേക്ക് പോകുന്നു. പ്രമുഖ നടൻ എന്ന് പറഞ്ഞ ഏറ്റവും ആദ്യം ഈ കേസിൽ പേര് വന്നത് നടൻ സിദ്ദിഖിൻ്റെയാണ്. പിന്നെ രഞ്ജിത്തിൻ്റെ വന്നു, ജയസൂര്യയുടെ വന്നു, മുകേഷിൻ്റെ വന്നു. അങ്ങനെ പല ആളുകളുടെ പേരുകൾ പലരായിട്ട് ഇതിൽ ഉന്നയിക്കുകയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സിനിമാ സെറ്റിൽ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് രാധിക ശരത് കുമാർ. അവർ ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു അഭിമുഖത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കേൾക്കാം. മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ആദ്യമായി വെളിപ്പെടുത്തിയ പ്രശസ്ത നടി രാധിക ശരത് കുമാർ. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു. ഭയന്നുപോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. I was wondering why it was so delayed in coming out. It took so many years. நான் ஒன்னே சொல்ல விரும்புறேன். நான் வந்து 46 years இந்த இண்டஸ்ட்ரியில் இருக்கேன். Of course there are people who have tried to misbehave. நான் ஆசைப்படுறேன், நான் லவ் பண்ணுறேன், அதெல்லாம் வேறு விஷயம். பட் என் கூட மிஸ்பிஹேவ் பண்ண போகும்போது அந்த நோங்கிற வார்த்தைக்கு வந்து நம்ம வந்து இன்னும் கொஞ்சம் பெண்கள் வந்து எம்பவர் பண்ணணும். டுடே ஆல்சோ இஃப் யூ லுக், no man has opened their mouth. No man has said anything in any industry. So the onus is back to the women. Now they have to shoulder this responsibility of safeguarding this. ഇത് എவ்வளவு ദൂരം பண்ண முடியும்ங்கிறது தான் இப்ப ചാലഞ്ച്. മാം പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ രാത്രിയിൽ കഥകൾ തട്ടുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. நிறைய நடக்கும். I have seen it. இந்த கதவு தட்டுறது இருக்கு பாருங்க. I have seen என்ன வந்து கிட்டத்தட்ட எல்லாருமே ஒரு 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 போல்டாக பார்க்குறாங்க. ஸோ நிறைய பெண்கள் என் ரூமுக்கு வந்திருக்காங்க. மேம் ப்ளீஸ் எப்படியாவது ஹெல்ப் பண்ணுங்க. ஐயோ அது நிறைய நான் பார்த்துருக்கேன். இது வெறும் கேரளாவில் மட்டும் இல்லை, நான் சொல்லலை, நான் சொல்கிறேன் அக்ராஸ் லாட் ஆஃப் லாங்குவேஜஸ். ஈவன் இன் கேரளா അങ്ങനെ கேரளாவில் நான் கண்டது வந்து ஒரு நாள் சும்மா அப்படி நடந்து போகும்போது எல்லாம் நிறைய பேர் உட்காந்து சிரிச்சுக்கிட்டு பேசிக்கிட்டு இருந்தாங்க. ஸோ நான் அப்படியே நடந்து போகும்போது அப்படி பார்த்தேன். ஏதோ வீடியோவில் அவங்க பார்த்துக்கிட்டு இருந்தாங்க. அப்போ நான் இன்னொருத்தரை கூப்பிட்டு கேட்டேன், இது என்ன அப்படி சிரிக்கிறீங்கன்னு. கிட்டத்தட்ட எல்லா கேரவான்லேயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்ணுறது அவங்க எடுத்திருக்காங்க. நீங்கள் பாருங்கள், யூ ஜஸ்ட் டைப் த நேம் ஆஃப் த ஆர்டிஸ்ட், அவங்களுடைய ட்ரெஸ் சேஞ்ச் இருக்கும். அது நான் பார்த்தேன். അതായത് അവർ പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണ്. അവർ എല്ലാ സിനിമാ മേഖലയിലും എല്ലായിടത്തും ഈ കതകിന് മുട്ടുന്ന ഏർപ്പാടുണ്ട്. സ്ത്രീകൾ ഒരു സ്ഥലത്തും സുരക്ഷിതരല്ല എന്ന് പറഞ്ഞു തുടങ്ങി അവർ പിന്നീട് കേരളത്തിലെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ പറയുകയാണ്. അതായത് കേരളത്തിൽ ഒരു തവണ അവർ കണ്ടൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിങ്ങനെ സെറ്റിൽ നടന്നു പോകുമ്പോൾ കുറച്ച് ആണുങ്ങൾ ഇരുന്ന് ചിരിക്കുന്നൊരു മൊബൈൽ നോക്കിയിട്ട് ചിരിക്കുന്ന കണ്ടു. അപ്പോൾ അതിൽ ഒരാളോട് ചോദിച്ചപ്പോൾ അയാളത് ആദ്യം പറയാൻ തയ്യാറായില്ല. പിന്നീട് അയാളത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാരവാനുകളിലും ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അവിടെ നടിമാർ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോയാണ് അവർ കണ്ട് ചിരിക്കുന്നത്. ഏത് നടിയുടെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ നടിയുടെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ വരും. അത്രയ്ക്കും ഫോൾഡറുകളായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട് ആ വീഡിയോകൾ എന്നാണ് പറയുന്നത്. രാധിക ശരത് കുമാർ ഉന്നയിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അതായത് ഒരു സെറ്റിൽ നേരത്തെ മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്തത് ഇപ്പോൾ നിലവിൽ സെറ്റുകളിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കാരവാനുണ്ട്, വളരെ സുരക്ഷിതമായിട്ട് അതിനകത്ത് ടോയ്ലറ്റ് ഉപയോഗിക്കാം, അതിനകത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, മേക്കപ്പ് ചെയ്യാം, വളരെ സുരക്ഷിതമായിട്ട് ഓരോ നടിമാർക്കും നടന്മാർക്കും സെറ്റുകളിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കാരവാൻ കൊണ്ടുവച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതേ കാരവാനിനകത്ത് ഒളി ക്യാമറകൾ വെച്ച് നടികൾ ഡ്രസ്സ് മാറുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നവരുണ്ട് സിനിമാ സെറ്റിൽ എന്ന ഒരു വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് രാധിക ശരത് കുമാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഇത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ പല സന്ദർഭങ്ങളിലും ആ രീതിയിൽ വീഡിയോകൾ പകർത്തിയ ആളുകളുണ്ടാകാം.
അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അടുത്ത പേരുകൾ അവരുടേതായിരിക്കാം ഇനി വരാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ സെറ്റുകളിലെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വലിയ ആശങ്കയാണ് നിലവിലുള്ളത്. അത് പരിഹരിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകേണ്ടത് സിനിമാ സംഘടനകളാണ്, ടെക്നീഷ്യന്മാരുടെ സംഘടനകളാണ്. നടന്മാരുടെയും മാത്രമല്ല, ടെക്നീഷ്യന്മാരുടെ സംഘടനകളുണ്ട്. അവർ പ്രത്യേകിച്ച് ഫെഫ്ക, മാക്ട പോലുള്ള സംഘടനകൾ അവർ ഇതിനൊരു പരിഹാരം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷ. വലിയ പ്രതിസന്ധിയാണ് സിനിമാ മേഖല ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നു. അപ്പോൾ വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ കൂടിച്ചേർന്ന് ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, സിനിമാ മേഖലയിൽ മാത്രമല്ല ഇങ്ങനെ സ്ത്രീകൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്, നമുക്ക് ചുറ്റുമുള്ള എല്ലാ മേഖലകളിലും ഇതുണ്ട്. പക്ഷേ സിനിമ, രാഷ്ട്രീയം പോലുള്ള മേഖലകളെല്ലാം ഒരു ലൈൻ ലൈറ്റിൽ നിൽക്കുന്നതായതുകൊണ്ട് ആ മേഖലകളിലെ ആളുകളെക്കുറിച്ച് വരുന്ന വാർത്തകളായിക്കോട്ടെ, ഗോസിപ്പുകളായിക്കോട്ടെ, അത് വളരെ വേഗം സ്പ്രെഡാകും, വളരെ വേഗം ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ടുകൂടിയാണ് ഇത് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് കരുതി ഇത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല, വളരെ സീരിയസ് ആയ മാറ്റർ തന്നെയാണ്. ഇതിനെന്തായാലും ഉടനെ ഒരു പരിഹാരം കാണണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? അത് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ എന്താണ് നടക്കേണ്ടത് അത് തന്നെ നടക്കണം.